ഹായ്, വെൽക്കം ടു രമ്യാസ് ഫാമിലി വ്ലോഗ്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഡോക്ടർ ജോസ്നാസ് ജീവനിയം ആയു കെയർ ക്ലിനിക്കിലാണ്. അപ്പോൾ ഡോക്ടർ ജോസ്നയുടെ സ്വപ്ന സാമ്രാജ്യം എന്ന് പറയാവുന്ന ക്ലിനിക്കാണിത്. ഇത് തുടങ്ങിയിട്ടൊരു 2 വീക്സ് ആയിട്ടുള്ളൂ. ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ചികിത്സാ രീതികളാണ് ചെയ്യുന്നതെന്നും ഏതൊക്കെ തരത്തിലുള്ള ചികിത്സകൾ ഇവിടെ ചെയ്യുന്നുണ്ടെന്നും ഡോക്ടർ ജോസ്നയോട് സംസാരിച്ചറിയാം. ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡോക്ടർ ജോസ്ന സംസാരിക്കും. ഡോക്ടർ ജോസ്ന ഞങ്ങളൊരു ഫാമിലി റിലേറ്റീവ് കൂടിയാണ്. അപ്പോൾ ചേച്ചിയോട് തന്നെ നമുക്ക് സംസാരിക്കാം എന്തൊക്കെയാണ് എന്നുള്ളത്. ഹായ്, ഞാൻ ഡോക്ടർ ജോസ്ന. ഞാനിപ്പോൾ ചെറുതായിട്ടൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാഞ്ഞിരംകുളമാണ് സ്ഥലം. ജീവനിയം ആയു കെയർ എന്നാണ് ക്ലിനിക്കിൻ്റെ പേര്. ഇപ്പോൾ തുടങ്ങിയിട്ടിപ്പോൾ 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. ഇവിടെ ചെറിയ രീതിയിലാണെങ്കിലും എല്ലാ അസുഖങ്ങൾക്കും മരുന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചികിത്സകളുമുണ്ട്. ധാര, കിഴി, മസാജ്, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ തെറാപ്പിസ്റ്റുമാരുണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്ത കേസുകളൊന്നും ഇതുവരെയും റിസൾട്ട് കിട്ടാണ്ട് പോയിട്ടില്ല. നല്ല രീതിയിൽ നല്ല ആത്മാർത്ഥമായിട്ടാണ് എല്ലാവർക്കും ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹായ് ഡോക്ടർ. ഹായ് രമ്യ. നമുക്ക് ഇവിടെ എന്തൊക്കെ രോഗങ്ങൾക്കുള്ള ചികിത്സകളാണ് കൊടുക്കുന്നത്? ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്? അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു. ഇവിടെ ഇപ്പം എല്ലാ കോമൺ ഡിസീസിനും സാധാരണമായി കണ്ടുവരുന്ന എല്ലാ അസുഖങ്ങൾക്കും കൊടുക്കാറുണ്ട്. ത്വക്രോഗങ്ങൾ, പിന്നെ വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ അലർജി, വെരിക്കോസിറ്റി, പിന്നെ അങ്ങനെ മിക്ക അസുഖങ്ങൾക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ മെയിനായിട്ട് ഞാൻ നോക്കുന്നത് നട്ടെല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കാണ്. കഴുത്ത് വേദന,
കഴുത്ത് വേദന വന്നിട്ട് ചിലർക്ക് ഭയങ്കരമായിട്ട് കൈ കഴപ്പ്, അതായത് സ്പോണ്ടിലൈറ്റിസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ നട്ടെല്ല് സംബന്ധമായിട്ടുള്ള സയാറ്റിക് പെയിൻ, കാലിലോട്ടുള്ള കഴപ്പ്, അങ്ങനെയുള്ള അസുഖങ്ങൾക്കാണ് മെയിനായിട്ട് ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ചികിത്സാ രീതികളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 രീതിയിൽ ചികിത്സിക്കാറുണ്ട്. ആദ്യത്തെ രീതി എന്ന് പറയുന്നത് മരുന്ന് കൊടുത്ത് മാത്രം നമുക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് ഈ തിരുമല്, അതുപോലെ തന്നെ കിഴി, ചവരക്കിഴി, ധാര, അങ്ങനെയുള്ള ചികിത്സകളിലൂടെ അസുഖം ഭേദമാക്കുക. അത് ഇപ്പൊ നട്ടെല്ല് സംബന്ധമായിട്ടുള്ളതോ കഴുത്തിന്റെ പ്രശ്നമൊക്കെ ആണെങ്കിൽ നമുക്ക് ചികിത്സ കൊടുത്തേ അത് കുറയ്ക്കാൻ സാധിക്കത്തുള്ളൂ. കിഴി എത്ര തരമുണ്ട്? നമ്മൾ മെയിൻ ആയിട്ട് കൊടുക്കുന്ന എത്ര തരം കിഴികളുണ്ട്? കിഴികൾ പലതരമുണ്ട്. ഇപ്പം ഇലക്കിഴിയുണ്ട്, ഞവരക്കിഴിയുണ്ട്, അതുപോലെ തന്നെ നാരങ്ങ കിഴിയുണ്ട്, മുട്ടക്കിഴിയുണ്ട്. അപ്പം ഓരോ കിഴിക്കും ഓരോരോ പ്രത്യേകതകളാണ്. ഇപ്പോൾ ചിലതാണെങ്കിൽ നമ്മൾ നീർക്കെട്ട് അലിയിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ചിലതിനാണെങ്കിൽ ബ്രഹ്മണ സ്വഭാവം, അതായത് നറിഷിംഗ് ആണ്. അത് നറിഷിംഗ് ആയിട്ടുള്ള കിഴികളൊന്നും നമ്മൾ ആദ്യമേ കൊടുക്കാറില്ല. ഇപ്പൊ ഒരു നീർവീഴ്ചയുള്ള ഒരു ശരീരമാണെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് ആദ്യം തിരിഞ്ഞി ഇലക്കിഴിയോ നാരങ്ങക്കിഴിയോ ഒക്കെ കൊടുത്ത് ആ നീർവീഴ്ച മാറ്റിയിട്ട് പിന്നെ ഞവരക്കിഴി കൊടുക്കാറുള്ളൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പൊ ആ ഒരു ശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് നമ്മൾ ചികിത്സകൾ കൊടുത്തു പോകുന്നത്. മാക്സിമം എത്ര ദിവസമാണ് ഒരു ചികിത്സയ്ക്ക് എടുക്കുന്നത്? എത്ര ഡേയ്സ് എടുക്കും? അതായത് ഇവിടെ ഇപ്പം ഒരു ദിവസം മുതൽ, അതായത് ഒറ്റ ദിവസത്തെ ട്രീറ്റ്മെന്റ് ചെയ്യാം. അപ്പം ഓരോ അസുഖത്തിനനുസരിച്ചിട്ടാണ്. നട്ടെല്ല് കഴുത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ 2 ആഴ്ചത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. അതായത് 7 ദിവസം ശരീരത്തിന് എണ്ണയിട്ട് തിരുമ്മി ആദിക്കുളി, അതായത് സ്റ്റീം ബാത്ത് കൊടുത്ത് ആ നീർക്കെട്ടൊക്കെ അലിയിച്ചിട്ട് പിന്നെ ഒരു 7 ദിവസം നമ്മൾ ഇലക്കിഴി കൊടുത്ത് ഫിനിഷ് ചെയ്യും. പിന്നെ വയറിളക്കം അത്യാവശ്യമുള്ള പേഷ്യൻസിന് കൊടുക്കുന്നത് അത് ഡിപ്പെൻഡ് ആണ്. ഓരോ പേഷ്യന്റിന്റെ നേച്ചർ നോക്കിയിട്ട് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമ്മൾ വയറിളക്കേണ്ട പേഷ്യൻസിന് അങ്ങനെ കൊടുക്കും. അല്ല ലാസ്റ്റ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്തു പോകാറുണ്ട്. അതല്ല ഇപ്പം സിംഗിൾ ഡേ ഒരു പേഷ്യന്റിന് റിലാക്സിങ് മസാജാണ് ആവശ്യം, അല്ലെങ്കിൽ ഒരാൾ പെട്ടെന്ന് വരികയാണ്, ഡോക്ടർ എനിക്ക് ഭയങ്കര സ്ട്രെസ് ആണ്, എനിക്ക് കഴുത്തിന് ചെറിയ പ്രശ്നമുണ്ട്, ഒരു പിടുത്തമുണ്ട്, തലവേദനയുണ്ട്, അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ജനറൽ ബോഡി മസാജ്, ഫുൾ ബോഡി മസാജ് ചെയ്ത് തലയിൽ ഒരു മസാജ് ഒക്കെ കൊടുത്തിട്ട് ഫേസ് മസാജ് ഒക്കെ ചെയ്ത് ഒരു സ്റ്റീം ബാത്തും പിന്നെ ഫുൾ ബോഡി മസാജും ചെയ്ത് സിംഗിൾ ഡേ ട്രീറ്റ്മെന്റ്സ് കൊടുക്കാറുണ്ട്. അതിന് നമുക്ക് റിസൾട്ട് വരുന്നുണ്ട്. പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ബോൺ സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്നത്. അപ്പൊ സ്ത്രീകൾക്ക് ബോൺ സംബന്ധമായിട്ട് അല്ലാതെ വേറെ എന്തൊക്കെ ചികിത്സകൾ കൊടുക്കുന്നുണ്ട്? സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ ഒന്നാമത് ബാക്ക് ബോൺ ഇഷ്യൂസ് ആണ്. പിന്നെ അവർ ഏറ്റവും അധികം വരുന്നത് അവരുടെ, അതായത് വെള്ളപ്പോക്ക്, വേഗവാദം, പിന്നെ ആർത്തവ ഇറഗുലർ ആയിട്ടുള്ള കേസസ്, യൂട്രൈൻ ഫൈബ്രോയിഡ്സ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വരുന്നുണ്ട്. അതിന് നമ്മൾ ചികിത്സിക്കുന്നുണ്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ഇപ്പം കർക്കിടക മാസമാണല്ലോ. അപ്പം കർക്കിടക മാസത്തെ റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ചികിത്സകളാണ്, എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഡോക്ടർ ക്ലിനിക്ക് വഴി കൊടുക്കുന്നത്? ഈ കർക്കിടക മാസം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയില്ല എന്താ കർക്കിടക മാസത്തിന്റെ പ്രത്യേകത എന്ന്. അത് പഞ്ഞമാസം എന്ന് പറയും പണ്ടത്തെ കാലത്ത്. നമുക്ക് പൊതുവെ ഒരു ദാരിദ്ര്യവും അതുപോലെ തന്നെ മഴ, കാലാവസ്ഥ മാറി വരുന്ന ഒരു സമയമാണ്. മഴ ആ ഒരു നമ്മള് മഴ തുടങ്ങുന്ന ഒരു സമയം, നമുക്കൊരു ഋതു എന്ന് പറയും. 2 ഋതുക്കളുടെ ഇടയിൽ വരുന്ന ഒരു സമയമാണ് കർക്കിടകം എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം നമ്മുടെ പ്രതിരോധ ശക്തി വളരെയധികം കുറഞ്ഞിരിക്കും. അപ്പൊ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സമയത്ത് ഒത്തിരി പനിയും അതുപോലെ തന്നെ വീഴ്ചകളും ഒക്കെ വരുന്ന സമയമാണ്. അപ്പൊ അതുകൊണ്ട് പണ്ട് തൊട്ടേ ആചാര്യന്മാർ ആ സമയത്ത് പ്രത്യേകമായിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ഋതുചര്യ, അല്ലെങ്കിൽ ആ സമയത്ത് എടുക്കേണ്ട കുറെ റെജിമെന്റ്സ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് പ്രതിരോധം കൂട്ടാനായിട്ട്. അതിൽ വരുന്നതാണ് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ഉള്ളിലുള്ള മരുന്ന് കഴിക്കാം, അതുപോലെ തന്നെ ഈ പുറമേയുള്ള മസാജ് എന്ന് പറയുന്നത് നമ്മൾ പുറമേ ബാഹ്യമായി ചെയ്യുന്ന ചികിത്സകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ചികിത്സകൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. ബാക്കി ചികിത്സകളിൽ പ്രത്യേകിച്ചും ആൾക്കാരുടെ രോഗത്തിനനുസരിച്ചിട്ടാണ് ഞാൻ കർക്കിടക ചികിത്സ കൊടുക്കുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് എനിക്ക് സുഖചികിത്സ വേണമെന്ന് പറഞ്ഞ് നമുക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അത് ചിലപ്പോൾ ആ മനുഷ്യനൊരു എന്താ പറയാ കഴുത്തിന് പ്രശ്നമുള്ളതായിരിക്കും, അല്ലെങ്കിൽ നട്ടെല്ലിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും.
നമുക്ക് അയാൾക്കൊരു സുഖചികിത്സ ഒരു പർപ്പസിലോട്ട് നമുക്ക് പോകാൻ പറ്റും. അയാളുടെ രോഗത്തിനനുസരിച്ചിട്ടുള്ള ചികിത്സ കൊടുത്ത് കർക്കിടകമാണെങ്കിൽ അതിന് നമ്മൾ മരുന്ന് കൊടുത്ത് അസുഖം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സുഖചികിത്സയാണെങ്കിൽ ഞവരക്കിഴി, അതുപോലെ തന്നെ ധാര, പിഴിച്ചിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കാറുണ്ട്. ഇനി കർക്കിടക ചികിത്സ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം ഓർമ്മ വരുന്നത് ഔഷധക്കഞ്ഞിയാണ്. ഔഷധക്കഞ്ഞി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രതിരോധ ശക്തി കൂട്ടാനുള്ള മരുന്നുകളെല്ലാം ഇട്ട് നമ്മൾ കഞ്ഞി ഞവര അരി ചേർത്ത് കഞ്ഞിയായിട്ട് കഴിക്കുന്നതാണ് ഔഷധക്കഞ്ഞി. അപ്പോൾ അതിനും നമ്മളിവിടെ കഞ്ഞി കിറ്റ് കൊടുക്കുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് നേരത്തെ ബുക്ക് ചെയ്തവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് അനുസരിച്ച് ഔഷധക്കഞ്ഞി പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കർക്കിടകവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഡോക്ടർ കൺസൾട്ടിങ് ടൈം എങ്ങനെയാണ്? രോഗികൾ വന്ന് കൺസൾട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ടൈം എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർക്ക്? അല്ലാതെ മോർണിംഗ് മുതൽ തന്നെ ഉണ്ടാവും, എങ്ങനെയാണ്? ഞാനിപ്പം ഈവനിങ് ആണ് വെച്ചേക്കുന്നത്. കൺസൾട്ടേഷൻ ടൈം ഈവനിങ് ആണ് നോക്കുന്നത്. രോഗിയുടെ 5 മണി തൊട്ടാണ് കൺസൾട്ടിങ് നമുക്കുള്ളത്. അപ്പം 5 മണി തൊട്ട് 9 മണി വരെ. പിന്നെ ട്രീറ്റ്മെന്റ്സ് നടക്കുന്നത് ആ സമയത്ത് തന്നെയാണ്. ഒരു 5 o'clock അല്ലെങ്കിൽ 4 o'clock തൊട്ട് ഒരു 10 o'clock വരെ ട്രീറ്റ്മെന്റ്സ് പോകുന്നുണ്ട്. മോർണിംഗ് ടൈം അല്ല മസാജ്, ജനറൽ മസാജോ ഹെഡ് മസാജോ ഒക്കെ വേണമെന്നുള്ളവർക്ക് അങ്ങനെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് ടൈം നമ്മൾ കൊടുക്കും. ആ സമയത്ത് വന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ. ദൂരെ നിന്ന് വരുന്നവർക്ക് ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് സ്റ്റേ ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും. ദൂരെ നിന്ന് വരുന്നവർക്ക് വീടിന്റെ മുകളിൽ തന്നെ റൂംസ് ഉണ്ട്. അവിടെ തന്നെ അവരെ താമസിപ്പിച്ച് ഫുഡ് കൊടുത്ത് ട്രീറ്റ്മെന്റ്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു. അടുത്തതായിട്ട് ഡോക്ടറിന്റെ പേഷ്യൻസ് ഡോക്ടറിനെ പറ്റിയും ഡോക്ടറുടെ ചികിത്സയെ പറ്റിയൊക്കെ എന്താണ് അഭിപ്രായം എന്നുള്ളത് നമുക്ക് കേൾക്കാം. എൻ്റെ പേര് മിനി. ഞാൻ നട്ടെല്ല് വേദനയുടെ പ്രയാസമായിട്ടാണ് ഇവിടെ വന്നത്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള നട്ടെല്ല് വേദനയും കഴുത്തുനെട്ട് തരിപ്പും എപ്പോഴുമുള്ള മാറാത്തൊരു തലവേദനയുടെ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വന്ന് ചികിത്സയ്ക്കായിട്ട് വന്നിട്ട് 7 ദിവസമായി. അതിൽ വളരെയേറെ മാറ്റം എൻ്റെ ശരീരത്തിൽ കണ്ടു തുടങ്ങി. ഇവിടുത്തെ ചികിത്സ ചെയ്യുന്നതൊക്കെ വളരെയേറെ സ്നേഹത്തോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നല്ല രീതിയിലാണ് ചെയ്യുന്നത്. പിന്നെ ഡോക്ടർ നമ്മളോട് രോഗകാര്യങ്ങൾ ചോദിക്കുന്നതായാലും നല്ല സ്നേഹത്തിൽ സൗമ്യമായി ചോദിച്ച് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചോദിച്ച് നമ്മുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ രീതിയിലുള്ള ചികിത്സയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് അശ്വതി. ഞാനിവിടെ വരാൻ കാരണം വണ്ടിയിൽ നിന്ന് വീണിട്ട് കാലിൽ നല്ല ചതവുണ്ടായിരുന്നു. അപ്പം 2 ദിവസമൊക്കെ ഞാൻ തന്നെ തടവി. പക്ഷെ വേദന നല്ലവണ്ണം വന്നപ്പോൾ ചേട്ടൻ പറഞ്ഞ്, ഹസ്ബൻഡാണ് പറഞ്ഞത്, ഈ ഡോക്ടർ ഇവിടെ നല്ല ഡോക്ടറുണ്ട്, നമുക്കിവിടെ ഒന്ന് കാണിക്കാം. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ് നല്ല പൈസയൊക്കെ ആവും, വേണ്ട, നമ്മളെ പറ്റിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പം എന്നാലും നീ വാ, എനിക്ക് അറിയാവുന്ന ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വരുന്നത്. വന്നപ്പോൾ ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ റേറ്റ് കുറവാണ്, നമ്മളെ കൊണ്ട് പറ്റും എന്ന്. പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ ചികിത്സയ്ക്ക് വന്നു. ആദ്യത്തെ 2 ദിവസം തെറാപ്പിസ്റ്റ് തടവിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു. അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നീരില്ലാത്ത ഭാഗത്ത് വരെ ഡോക്ടർ പിന്നെ ഇവിടെ നീരുണ്ടല്ലോ, എനിക്ക് അറിയത്തില്ലായിരുന്നു അവിടെ വേദന ഉള്ളത് കാര്യം തന്നെ. അപ്പൊ തടവിയപ്പോഴാണ് അവിടെ വേദന ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. അങ്ങനെ എനിക്ക് കുറെ സ്ഥലങ്ങളിൽ, കാല് മാത്രമല്ല കയ്യില്, ഷോൾഡറിന്റെ ഷോൾഡർ നീരുണ്ടായിരുന്നു. അപ്പൊ തടവി ഡോക്ടർ തന്നെ ഇന്ന സ്ഥലങ്ങളിലെല്ലാം നീരുണ്ടെന്ന് പറഞ്ഞ് അതെല്ലാം തെറാപ്പിസ്റ്റ് തടവി എനിക്ക് നല്ല മാറ്റമുണ്ട്. അപ്പം 7 ദിവസം കഴിഞ്ഞ് കിഴിയും കഴിഞ്ഞപ്പോൾ എനിക്ക് ഷോൾഡറിന് പെയിൻ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം മാറി. ഡോക്ടർ പറയുന്ന അനുസരിച്ച് മരുന്നൊക്കെ കഴിച്ചു. അപ്പം മരുന്ന് കഴിക്കാൻ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്ന അനുസരിച്ച് ഞാൻ കഴിച്ചു. എനിക്ക് നല്ല ഭേദമായി. അപ്പം അടുത്ത വർഷവും പിന്നെ എനിക്ക് ഇവിടെ ട്രീറ്റ്മെന്റിന് വരണമെന്ന് ആഗ്രഹമാണ്. ഞാനിനി എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ വർഷവും എനിക്കിവിടെ വരണം. കാരണം എനിക്കിവിടെ വന്നപ്പോഴാണ് ശരീരത്തിന് തടവുമ്പോൾ നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളുണ്ട്. നമുക്ക് പിന്നെ നമുക്ക് മറ്റുള്ളവരുടെ സഹായം തേടാതെ തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ഇനി എല്ലാ വർഷവും ഇവിടെ വരും. അപ്പോൾ ഇതൊക്കെയാണ് ഡോക്ടർ ജോസ്നാസ് ആജീവനീയം ആയുർ കെയർ ക്ലിനിക്കിന്റെ വിശേഷങ്ങൾ. ആയുർവേദം റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ചികിത്സകളോ എന്തെങ്കിലും എൻക്വയറിക്കോ ഡോക്ടറുടെ നമ്പർ നമ്മൾ ഡെസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഡോക്ടറെ വിളിച്ച് സംസാരിക്കാം. വരണം എന്നുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചികിത്സയാണ് നൽകേണ്ടതെന്ന് പ്രിഫർ ചെയ്തതാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. ബൈ.